പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഒരു മന്ത്രിസഭയുണ്ടായി. നന്നായിട്ട് ഭരണം മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ. മനസാക്ഷിയുള്ള ആൾക്കാരൊക്കെയാണ്, മഹാരാജാവൊന്നുമല്ല. നമ്മൾ ഭരിക്കുന്നവർ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർ നമുക്ക് വേണ്ടി പണിയെടുക്കേണ്ടവരാണ്. അല്ലാതെ നമ്മൾ ജനങ്ങൾ അടിമകളാണെന്നുള്ള ചിന്താഗതി ഒന്നും പാടില്ല. പിന്നെ ഇപ്പോൾ അത്ര വലിയ അഴിമതി കാര്യങ്ങളൊന്നും നടക്കത്തുമില്ല. കാരണം CCTV ഉണ്ട്, പിന്നെ എന്തെല്ലാം AI ടെക്നോളജി, അതുപോലെ സോഷ്യൽ മീഡിയ. അപ്പോൾ എല്ലാവരും കള്ളത്തരങ്ങളൊക്കെ പിടിച്ച് എല്ലാം പുറത്തു വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ നടക്കും. എന്നാലും നന്മയുള്ള മനുഷ്യരാണെങ്കിൽ, ഭരിക്കുന്നവരുമൊക്കെ ആണെങ്കിൽ ഒരു നല്ലതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു മനോഭാവമുള്ളവർ ആയിരിക്കണം. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരുത്താൻ പറ്റണം. ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണല്ലോ. പിന്നെ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളും അറിവുകളും ഒക്കെ ഉണ്ടാവും. എല്ലാവർക്കും എല്ലാം തികഞ്ഞിരിക്കുന്നതില്ലല്ലോ. ഇപ്പോൾ ഒരു കടക്കെണിയെപ്പറ്റി 7 ലക്ഷം കോടിയോളം കേരളത്തിൻ്റെ കടം വരും. വളരെ ദാരിദ്ര്യത്തിലാണ്. അതുകൊണ്ട് ശമ്പളം കൊടുക്കാനേ ഉള്ളൂ വരുമാനം പ്രധാനമായിട്ടുള്ളത് എന്നുള്ള ഒരു സംഗതിയൊക്കെ കണ്ട് ആരും വിഷമിക്കേണ്ട. ശരിക്ക് നമുക്കിവിടെ എന്തെല്ലാം തരത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും, ഒത്തിരി മാർഗങ്ങളുണ്ട്. പിന്നെ ഒത്തിരി പേർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നിർദ്ദേശിക്കാൻ പറ്റും. അതിലൂടെ ഐഡിയാസ് ഭരിക്കുന്നവർ നമ്മളെപ്പോലെ മനുഷ്യർ തന്നെയാണ് ഭരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പല അറിവുകൾ കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ വെറുതെ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ലോബികൾക്ക് വേണ്ടിയിട്ട് ഈ കല്ല് പൊടിച്ചിട്ടൊക്കെ മണലുണ്ടാക്കുന്നത്. അപ്പം നമുക്ക് മണൽ കണ്ടമാനം കൂടി കിടക്കുക. ആ നിയമമൊക്കെ ശരിക്കും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ജനങ്ങൾ വാരിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക. അതിലൂടെ ഒത്തിരി വരുമാനം കിട്ടാം. പിന്നെ ഈ കുപ്പാടി, അതായത് ബത്തേരി ഭാഗത്തൊക്കെ ഉള്ള എന്തുമാത്രം ഇതാണ് മറ്റേ തേക്കിൻ തടികൾ ഒത്തിരി കാലപ്പഴക്കമായ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം, അത് തേക്കൻ ഉള്ള സ്ഥലത്ത് കൂടുതൽ ഇവിടെ വരൾച്ച ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതുകൊണ്ട് അവിടെ മൃഗങ്ങളൊക്കെ തീറ്റ വരുന്നില്ല, ഒന്നും വളരില്ല കാര്യമായിട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി ശല്യം കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കേന്ദ്രത്തിൻ്റെ അണ്ടറിലാണെന്ന് പറഞ്ഞിട്ടില്ല, ശ്രമിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. നെപ്പോളിയൻ പറഞ്ഞതുപോലെ അസാധ്യമായി ഒന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. എപ്പോഴും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം. തുരങ്കപാതയൊക്കെ വളരെ വേഗം ശരിയാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ട്. ഈ ഇലോൺ മസ്കിൻ്റെ ദിവസം കിലോമീറ്ററുകൾ പോകുന്ന മെഷീനും കാര്യങ്ങളുമൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതൊക്കെ എങ്ങനെ ഇവിടെ കൊണ്ടുവരാൻ തരത്തില്ല. ഇവിടെയൊക്കെ ആൾക്കാർക്ക് കൂടുതൽ പണം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള രീതിയിൽ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ വരാൻ സാധിക്കണം. അപ്പോൾ നല്ല ഇച്ഛാശക്തിയുള്ള ഭരണകർത്താക്കളുണ്ടെങ്കിൽ പലതിലും മാറ്റം വരുത്താൻ പറ്റും. അതുപോലെ ടൂറിസം മേഖല നല്ലതായിട്ട് വരാം. അപ്പം ഇവിടെ ഹർത്താലും ബഹളമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാർ വരും? അപ്പോൾ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ സൂക്ഷിക്കാനും എല്ലാം സാധിക്കട്ടെ. പിന്നെ മറയൂർ ചന്ദനമുണ്ട്, അതൊക്കെ ഒത്തിരി തുകയ്ക്കുള്ള സംഗതികളാണ്. അതുപോലെ നമ്മുടെ മണലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കരിമണൽ. ഇപ്പം ഇന്ന് തന്നെ അറിഞ്ഞ കാര്യമാണ്, ചൈന ഏറ്റവും വലിയ പിടിവാശിയൊക്കെ കാണിച്ച് അവരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നുള്ളൂ ശുദ്ധീകരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഏറ്റവും കൂടുതലുണ്ടെന്നാണ് ഇപ്പം കണക്ക് ലോകത്തിലെ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ദോഷകരമായിട്ട് വരാത്തതുപോലെ, അതായത് കരിമണലെടുത്ത് കഴിയുമ്പോൾ ഇവിടെ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ തിരമാലകളെല്ലാം വന്ന് കടൽ കയറി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്നെല്ലാം മാറ്റം വരുന്ന പോലെ ആകണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ജനങ്ങൾക്ക് പലർക്കും ഉപകാരപ്രദമായ പല കാര്യങ്ങളും നിർദ്ദേശിക്കാൻ പറ്റും. അങ്ങനെ ഈ വീഡിയോ നീണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ചുരുക്കുന്നു. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തൂടെ പറയാൻ പറ്റും.
ഓക്കേ, എല്ലാവർക്കും ഒരു ശുഭപ്രതീക്ഷ നൽകിക്കൊണ്ട് നിർത്തട്ടെ.